ഇപ്പൊ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കുറെ സപ്പോർട്ടും അടിയിടിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഒരു വിശ്വാസത്തിന്റെ പേരില്. അതായത് വെയില് തറച്ചല്ലേ, വേലുകുത്തി അത് ഭയങ്കര പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. 10 പോസിറ്റീവ് വരുമ്പോ ഒരു നെഗറ്റീവ് ഉള്ളു, അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാർത്തിക് പക്ക വിശ്വാസിയാണ്. ഞാൻ വിശ്വാസിയാണ്. ഞാൻ ആക്ച്വലി 16 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ വേൽക്കാവടി എടുക്കുന്നത്. അപ്പോ അന്നെടുത്തു, പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ഈ കഴിഞ്ഞ വർഷം 2023 എനിക്ക് അത്ര നല്ലൊരു ഇയർ അല്ലായിരുന്നു. അപ്പോ മലേഷ്യയില് ബാട്ടു കേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഒരു വലിയ മലയാണ്. അപ്പൊ അതിലൊരു 272 പടി കയറി നമ്മള് മുരുകനെ കാണണം. അപ്പൊ അവിടെ ചെന്നപ്പോ മനസ്സ് ഭയങ്കരമായിട്ട് കൂളായി. അപ്പൊ അന്ന് മനസ്സിൽ കയറിയതാണ്. കാരണം പണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു അഗ്നിക്കാവടി, ഒരു വേലുകുത്തി ഒരു അഗ്നിക്കാവടി എടുക്കണമെന്ന് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടേ നിന്നു. അപ്പോൾ ഞാൻ നോക്കി തൈപ്പൂയ എന്നാണ് നാട്ടിൽ വന്നിട്ട് ഷെഡ്യൂൾ അതിനനുസരിച്ച് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 21 ദിവസത്തെ വ്രതം എടുത്ത് അഗ്നിക്കാവടി എടുത്തു. ആദ്യത്തെ അഗ്നിയായിരുന്നു. വേല് നേരത്തെ എടുത്തിട്ടുണ്ട്, ഇത്ര വലിയ വേലായിരുന്നു, 5 അടി വേലെന്തോ. പ്രാവശ്യം അഗ്നിക്കാവടി ഇറങ്ങുമ്പോൾ വലിയ വേല് കുത്താൻ പറ്റില്ല, അപ്പൊ കുഞ്ഞ് 1.5 അടി വേല് ഇത്ര ഉള്ള അതാണ് എടുത്തത്. അതൊക്കെ അപ്പൊ തന്നെ പോകും. ചെറിയൊരു ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ അഗ്നിക്കാവടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വളരെ പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ ദൈവം കയറിയോ എന്നൊക്കെ ചോദിച്ചു കുറെ കളിയാക്കലുണ്ടായിരുന്നു. ശരിക്കും എങ്ങനെയാണ് അതിന്റെ ഒരു? ഓക്കെ, അത് ദൈവം കയറുന്നോ ഇല്ലോ അങ്ങനെയുള്ളതൊന്നും പറയാൻ ഞാൻ ആളല്ല. ബട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാവടിക്ക് വ്രതം എടുത്ത് നിൽക്കുമ്പോ നമ്മൾ ബോഡി ഭയങ്കര പ്യുവർ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. നമുക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കാവടി എടുക്കുക, വേലെടുക്കുക, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക. അപ്പൊ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം സൈഡിലാണ് കൂടുതലായിട്ട് ഈ വേലും അഗ്നിക്കാവടി, പറവക്കാവടി, സൂര്യക്കാവടി അങ്ങനെ ഒരുപാട് ഇത് കണ്ടുവരുന്നത്. അപ്പോ എനിക്ക് എന്റെ 16ാമത്തെ വയസ്സില് അനുഗ്രഹം കിട്ടിയിട്ടില്ല തുടക്കത്തില്. അപ്പൊ ഞാൻ അന്ന് 71 ദിവസത്തെ വ്രതമാണ് എടുത്തത്. ചിലരൊന്നും 71 ദിവസത്തെ വ്രതം എടുത്തിട്ട് ഞാനാണെങ്കിൽ പോയി തൊഴുവാൻ അമ്പലങ്ങൾ ബാക്കിയില്ല. അങ്ങനെ ഒരുപാട് 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 ഞാൻ ഭഗവാന്റെ അടുത്ത് കരഞ്ഞു വിളിച്ച് കാല് പിടിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കാപ്പ് കെട്ടുന്ന ദിവസമുണ്ട്. ആദ്യമായിട്ട് മറ്റേ ഇപ്പൊ യൂട്യൂബിൽ മറ്റേ വൈറലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയയില് പൊങ്കാല വന്നൊരു സാധനം, അത് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് 16ാമത്തെ വയസ്സിൽ. അന്ന് ഞാൻ കാപ്പ് കെട്ടുന്നതിന്റെ അന്നാണ്. എനിക്ക് അന്ന് ഇതേ കണക്ക് തന്നെയാണ് അനുഗ്രഹം വന്നത്. അതിപ്പോ പുതിയതായിട്ട് വന്നൊരു സാധനമല്ല. അപ്പോ അന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ദൈവത്തോട് ഒരുപാട് കരഞ്ഞു വിളിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതൊരു പോയിന്റ് ഓഫ് ടൈമിൽ അത് തന്നെത്താനെ വരുന്നതാണ്. അത് എങ്ങനെ വരുന്നു, എവിടെ നിന്ന് വരുന്നു, അതൊന്നും എനിക്കറിയില്ല, ടെക്നിക്കായിട്ട് പറഞ്ഞു തരാൻ ആളുമല്ല. ബട്ട് അത് വരുന്ന സമയത്ത് ഭയങ്കര മെന്റൽ പീസ്, നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദമൊക്കെയാണ് കിട്ടുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. എത്ര എക്സ്പ്ലെയിൻ ചെയ്താൽ അവർക്കത് മനസ്സിലാവില്ല. അല്ല, കൺവിൻസ് അല്ല, അവർക്കത് മനസ്സിലാവില്ല. കാരണം ഇപ്പോ എന്താ പറയാ, ഒരു സ്കൈ ഡൈവിംഗ് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് സ്കൈ ഡൈവിംഗിന്റെ എക്സ്പീരിയൻസ് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കത് ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അന്നേരം പോകുമ്പോൾ അഡ്രിനാലിൻ എന്റെ പൊടിപ്പൂര അമ്മച്ചേന്ന് വിളിച്ചുള്ളവരെ പോകും. അത് എക്സ്പീരിയൻസ് ചെയ്താലേ ഒരാൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് അനുഗ്രഹം വരിക എന്നാണ് പറയുന്നത് നമ്മളവിടെ. അത് ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ്. അത് എനിക്കല്ല, അത് അവിടെ കാവടി എടുക്കുന്ന അല്ലെങ്കിൽ വ്രതം എടുത്ത് ഇതിനു വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് അനുഗ്രഹം വരുന്നത്. അപ്പൊ അതാണ് ഒരു ക്ലിപ്പ് നേരെ ഇന്റർനെറ്റിൽ കയറി ഒരു പോക്കായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിന്നതുകൊണ്ട് ഞാൻ അന്നേരം അതൊന്നും കണ്ടില്ല. എങ്ങനെ പറയുന്നുണ്ടായിരുന്ന ആൾക്കാര്, അളിയാ നീ ഏറില്, ഞാൻ പറഞ്ഞാളാ ഒരു വഴി കൂടെ പൊക്കോളൂ എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇനി അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഈ ഫുഡ് ഏറ്റവും ഇഷ്ടതാ? അയ്യോ, ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയത് എന്തായാലും എന്റെ ചോദിച്ചത് വിശ്വാസിയാണോ? വിശ്വാസിയാണ്, 100% വിശ്വാസിയാണ്. ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ഒരു വലിയ പങ്ക് ദൈവത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആള് തന്നെയാണ്. ഇനി മേലെടുക്കും? തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുന്ന, നമ്മുടെ തൊഴിൽ അനുവദിക്കുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് കിട്ടുന്ന എല്ലാ വർഷവും എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഉറപ്പായിട്ടും. കാരണം നമുക്കൊരു ഫാമിലി ഉണ്ട് നോക്കാൻ. അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടണം ആ വ്രതം. കാരണം വ്രതം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ വ്രതം 21 ദിവസം കൃത്യമായിട്ട് എഴുന്നേറ്റ് എല്ലാ ദിവസവും 4 മണിക്ക് നിർമ്മാല്യം തൊഴുത്, എല്ലാ ദിവസവും രാത്രി ദീപാരാധന തൊഴുത്, കംപ്ലീറ്റ് വെജിറ്റേറിയൻ, വീട്ടിൽ കയറാൻ പാടില്ല,
ഐ മീൻ തുടക്കമുള്ള വീടുകളൊന്നും കയറാൻ പാടില്ല. അങ്ങനെ ഉള്ള ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു പോകണം. ഇപ്പോൾ അന്ന് തുടക്കം എന്ന് പറഞ്ഞപ്പോൾ അതും കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മരണം നടന്ന വീട്, കുഞ്ഞ് ജനിക്കുന്ന വീട്, ഇവിടെയൊക്കെ നമുക്ക് കയറാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ അതെ, അത് കാരണം അതിനും മാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ കൂടെ പോകാൻ വേണം. ഇത് സന്തോഷമുള്ളൂ. അതെ, കാരണം ഞാൻ ഇത് ഇടയ്ക്ക് പറഞ്ഞേ ഉള്ളൂ, അമ്മയെ തല്ലിയാലും 2 വർഷം പറയുന്ന ആൾക്കാരുള്ള നാടാണ്. അപ്പോ എന്ത് ചെയ്താലും അതിന് വിമർശനം വരും. പക്ഷെ വിമർശനങ്ങളെ പേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മൾ നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ അതിനാരെയും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും വേറൊരാളെ ഹാം ചെയ്യാത്ത രീതിയിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഇഷ്ടമുള്ള ഫുഡ് എന്താ? വെജ് ആണോ നോൺ വെജ് ആണോ? ഞാനൊരു വലിയൊരു ബിരിയാണി കൊതിയനാണ്. എനിക്ക് നമ്മുടെ പാരഗണിലെ മട്ടൻ ബിരിയാണിയാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി. അത് കഴിഞ്ഞിട്ട് ആസാദിലെ ചിക്കൻ ബിരിയാണി, അല്ല മട്ടൻ ബിരിയാണി. പിന്നെ ബിരിയാണി കഴിഞ്ഞാൽ തൊട്ട് പിറകിൽ സദ്യയുടെ ഒരു ഭയങ്കര ആരാധകരാണ് ഞാൻ. പക്ക സദ്യ വെജിറ്റേറിയൻ പപ്പടം കൃത്യമായിട്ട്. അത് ഇങ്ങോട്ട് വരുമ്പോ അതിനൊരു ഓർഡറൊക്കെ മാറിപ്പോകും. പക്ഷെ നമ്മുടെ അവിടെ കൃത്യമായിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, പച്ചടി, തോരൻ, അവിയല്, എന്നിട്ട് ഒരു കറക്റ്റ് റൂട്ടുണ്ട്. അത് കറക്റ്റ് പോകുന്ന ഇതിന് കറക്റ്റ് സദ്യ. വള്ളസദ്യ കഴിക്കാൻ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, ആക്ച്വലി ഞാൻ പോയിട്ടുണ്ട്. എന്റെ ഒരു ആഗ്രഹമാണ് അവിടെ പോയി കഴിക്കണം. അയ്യോ ഭയങ്കര രസമാണ് കേട്ടോ. അത് നമ്മള് സദ്യ കഴിക്കുമ്പോഴേ നമ്മള് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് മുട്ടി എഴുന്നേക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് വള്ളം പറയുന്ന ആൾക്കാരുടെ പോലെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല, അല്ല ആക്ച്വലി നമുക്ക് നല്ലതായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇവരുടെ ഈ എനർജിയെ കാണുമ്പോൾ നമുക്ക് ഒരു എനർജി വന്ന് നമ്മൾ ലാവിഷം കഴിക്കും. ഞാൻ ഇവിടെ ആറന്മുള ഒരു പ്രാവശ്യം ഇത് ഏതോ ഒരു കുടുംബക്കാരുടെ നേർച്ചയായിട്ട് നടന്ന വള്ളസദ്യ കഴിക്കാൻ പോയി. സോറി, കണ്ടമാനം കറികളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 4 ലൈനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത്രയും കറികളും കൂടെ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും ആഹാ. അതിങ്ങനെയല്ലേ കറി ഓരോന്നുണ്ട്. ഇത് വരട്ടെ അത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടിയല്ലേ കൊണ്ടുവരിക? ഞാൻ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അച്ചാറ് തീർന്നു പോയി കഴിഞ്ഞാൽ അച്ചാറ് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ശ്ലോകം ചൊല്ലണം. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. ആ ശ്ലോകം പറയുമ്പോൾ അച്ചാറില്ല, തരൂല. അവിയലിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, അത് പാടിയാലേ അവിയൽ വരും. അപ്പൊ നമ്മൾ അടുത്തെങ്കിലും അറിയാവുന്ന അണ്ണന്മാരെ വിളിച്ചിരുത്തുക, അണ്ണ ഇത്തിരി അവിയല്. അപ്പൊ പറയും അപ്പൊ അവിയല് വരും. അങ്ങനെയാണ് സെറ്റ്.